ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ അത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴാണ് അവിടെ വോട്ട് ശതമാനം വർദ്ധിച്ചത് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇത്തവണ എന്തായാലും തൃക്കരിപ്പൂർ ഏറ്റെടുക്കണമെന്നും ഘടകകക്ഷിക്ക് കൊടുക്കാതെ ഈ തൃക്കരിപ്പൂർ ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു അബദ്ധധാരണയിലാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടിയിരുന്നത് ആ പ്രദേശത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ താരപരിവേഷമുണ്ട് എന്നുള്ളത് ശരിയാണ്. സന്ദീപ് വാര്യരെ പ്രത്യേകിച്ചിട്ട് ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ആ പ്രദേശവുമായി വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ അവിടുത്തെ കോൺഗ്രസിൻ്റെ UDF പ്രവർത്തകരൊക്കെ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സന്ദീപ് വാര്യരെ വളരെ ഒരു ഷോർട്ട് ടൈമിൽ കൊണ്ടുപോയി അവിടെ മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് UDF കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓടിയെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ വോട്ടർമാരുടെ ഇടയിലൊക്കെ അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ഷോർട്ട് കട്ടിലൂടെ കുറച്ചും കൂടി ആളുകൾക്കിടയിൽ ഒരു സിമ്പതി ഉണ്ടാക്കിയെടുക്കാനും ആ സിമ്പതി വോട്ടാക്കി മാറ്റാനും വേണ്ടിയുള്ള ശ്രമം എന്നാണ് നമ്മളിൽ കാണേണ്ടത്.